നിങ്ങൾക്ക് കേൾക്കേണ്ടത്. ആമയും മുയലും പന്തയം വെച്ച കഥ പറഞ്ഞാലോ? എന്നാ പിന്നെ ആട്ടിൻ തോലിട്ട ചെന്നായുടെ കഥ പറയാം. എന്നാ പിന്നെ നിങ്ങൾ പറ, ഏത് കഥയാ വേണ്ടത്? ഓ, ഉണ്ണിയേശുവിന്റെ കഥ. തീർച്ചയായും ഉണ്ണിയേശുവിന്റെ കഥ തന്നെയാവട്ടെ. അല്ലെങ്കിലും ആ കഥ പറയുന്നതും കേൾക്കുന്നതും പോലെ പുണ്യമായിട്ട് മറ്റെന്തുണ്ട്? ശരി, ആർക്കൊക്കെയായി കഥ കേൾക്കേണ്ടത്? നിങ്ങൾക്കോ? കുട്ടികളെ, മനുഷ്യ ജീവിതം ദുരിതപൂർണമാകുമ്പോൾ, മനുഷ്യവംശം അധർമ്മത്തിലേക്ക് നീങ്ങി ലോകം അന്ധകാരാവൃതമാകുമ്പോൾ, മനുഷ്യരാശി മുഴുവൻ സർവനാശത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് പതിക്കുമ്പോൾ, ഈ ലോകത്തെ വെളിച്ചത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക്, ജീവിതത്തിലേക്ക്, മോക്ഷത്തിലേക്ക് നയിക്കാൻ രക്ഷകനായി ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരും. നമ്മോടുകൂടെ വസിക്കാൻ, നമ്മുടെ സർവ്വ പാപങ്ങളും കഴുകിക്കളഞ്ഞ് ഈ ലോകത്തെ രക്ഷിക്കാൻ സർവശക്തനായ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ ദൈവപുത്രൻ നമ്മുടെ രക്ഷകനായി ഭൂമിയിൽ അവതരിച്ച കഥ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കേൾക്കണം. നസ്രയത്തുകാരിയും കന്യകയുമായ മറിയത്തിനടുത്തേക്ക് ദൈവദൂതുമായി ഗബ്രിയേൽ മാലാഖ എത്തി ഇങ്ങനെ അരുളി ചെയ്തു: ദൈവകൃപ നിറഞ്ഞവളെ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നിൽ സംപ്രീതനായിരിക്കും, കർത്താവ് നിന്നോടുകൂടെ. ദൈവമേ, ഞാൻ എന്താണ് കാണുന്നത്? ഞാൻ എന്താണ് കേൾക്കുന്നത്? മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? പുരുഷനെ അറിയുന്നില്ലല്ലോ, പിന്നെങ്ങനെ? പരിശുദ്ധാത്മാവ് നിന്നിൽ വരും. അങ്ങനെ ദൈവമേ, അവിവേകം നിറഞ്ഞ എന്റെ സംശയങ്ങൾ പുറത്തു തന്നാലും. കർത്താവേ, ഇതോ നിന്റെ ദാസി, നിന്റെ വാക്ക്, നിന്റെ ഇംഗിതം ഈ ദാസിയിൽ നിറവേറട്ടെ. നിനക്ക് സ്തുതി. മറിയം ഗർഭിണിയായി. അക്കാലത്ത് ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് സീസർ തൻ്റെ രാജ്യത്തെ പ്രജകളുടെ എല്ലാം പേര് വിവരങ്ങൾ എഴുതി ചേർക്കണമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ദാവീദിന്റെ ഗോത്രത്തിൽ പിറന്നവനായ ജോസഫ് ഗർഭിണിയായ തൻ്റെ മറിയയെയും കൂട്ടി നസ്രയത്തിൽ നിന്നും ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് യാത്രയായി. മറിയയ്ക്ക് പ്രസവ സമയമെടുത്തു. വിശ്രമിക്കാനൊരിടം തേടി അവരലഞ്ഞു.
സുരക്ഷിതമായ സ്ഥലത്ത് സുരക്ഷിതമായ ഒരിടം കണ്ടെത്തും വരെ യാത്ര തുടർന്നേ പറ്റും. സർവശക്തനായ ദൈവം നമുക്കൊരിടം കണ്ടുവച്ചിട്ടുണ്ടാകാം. അവിടുത്തെ നിയമം പോലെ തന്നെ എല്ലാം നടക്കും. സമാധാനമായിരിക്കുക. മറിയം, ദൈവനിയമം എന്തെന്ന് നിനക്കും അറിവുള്ളതല്ലേ? വരും, നമുക്കും യാത്ര തുടരാം. നോക്കൂ, അവിടെ ഒരു വെളിച്ചം കാണുന്നു, ശബ്ദവും കേൾക്കുന്നുണ്ട്. വീടാണെന്ന് തോന്നുന്നു. വരൂ, ചെന്ന് നോക്കാം. ഞങ്ങൾ വഴിപോക്കരാണ്. ഈ രാത്രി തങ്ങാൻ ഒരിടം. കണ്ടില്ലേ, വീട്ടിനകവും മുറ്റവും വിരുന്നാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോഴാ വഴിയാത്രക്കാർക്കിടം. വല്ല സത്രത്തിലും ചെന്ന് അന്വേഷിക്കേ. വഴിപോക്കർക്കുള്ള സ്ഥലം സത്രമാ. വരും മറിയം, അടുത്തെങ്ങാനും സത്രമുണ്ടോ എന്ന് അന്വേഷിക്കും. അതൊരു സത്രമാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകാം. എന്താ, എവിടുന്ന? കുറേ ദൂരെ നിന്ന. ഭാര്യ ഗർഭിണിയാണ്. യാത്ര തുടരാൻ തീരെ വയ്യ. ഈ രാത്രി തങ്ങാൻ സത്രത്തിൽ ഒരിടം കിട്ടിയാൽ. ഇടം ഇവിടെ? ഈ സത്രത്തിൽ തങ്ങാനിടമില്ല. ഒന്ന് പോയി തരിക. നമ്മൾ എങ്ങോട്ട് പോകും മറിയം? കർത്താവേ, നീ തന്നെ ഈ പാവങ്ങൾക്ക് വഴി കാണിക്കുക. നിന്റെ കരുണയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും ആശ്രയമില്ല. മറിയം, നീ കേട്ടില്ലേ? ഒരു കാലിത്തൊഴുത്താണെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. എന്തൊരു തണുപ്പായത്! പുലരാൻ ഇനിയും എത്ര നാഴികയുണ്ടോ ആവാം. തണുപ്പുണ്ടെങ്കിലും ഈ രാത്രി വളരെ ശാന്തവും മനോഹരമായി തോന്നുന്നു. ഏകൊട്ടരെ ശാന്തമാണെന്ന് തോന്നുന്നെങ്കിലും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? ഓ, എനിക്ക് ഭയമാകുന്നു. ഭയപ്പെടേണ്ട. സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ള അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾക്ക് കാണാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഉടനെ കേട്ടില്ലേ ദൈവവചനം? നമ്മുടെ രക്ഷകനായി ദൈവപുത്രനായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ബെത്ലഹേമിൽ ചെന്ന് ഉണ്ണി യേശുവിനെ കാണാൻ ഇപ്പോൾ തന്നെ പുറപ്പെടാം. വരൂ വരൂ.